ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നല്ലൊരു ഗുഡ് മോർണിംഗ് സമയത്ത് ഞാൻ ഇവിടെ നിൽക്കുകയാണ്. ഏതാ സ്ഥലം എന്നറിയോ? ഇതിന് മുന്നേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മാത്രമാണ് അന്ന് വീഡിയോ ഇട്ടത്. അന്ന് നമ്മൾ യൂട്യൂബിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് പക്ഷേ ഇടയ്ക്കൊക്കെ വരണം എന്ന് എനിക്ക് തോന്നുന്ന രാവിലെ സമയങ്ങളിൽ ഞാൻ എണീക്കാറില്ല. അതാണ് മെയിൻ പ്രശ്നം. അല്ലാതെ ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും വരാൻ തോന്നുന്നൊരു അടിപൊളി സ്ഥലമാട്ടോ. തൊടുപുഴയിലുള്ളവർക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്താൻ പറ്റും. വൈകിട്ടും രാവിലെയൊക്കെ ഒന്ന് നടക്കാൻ വരണമെങ്കിൽ താഴെ നിങ്ങൾ കയറി വരാൻ നടന്നു വരാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. നമ്മൾ വണ്ടി ഓടിച്ചാണ് ഇവിടം വരെ കയറി വന്നത്. രാവിലെ വൈകിട്ടൊക്കെ ഒരു നടക്കാൻ ഇറങ്ങണമെങ്കിൽ അല്ലെങ്കിൽ ഈവനിങ് എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കണമെങ്കിൽ പറ്റിയൊരു അടിപൊളി സ്ഥലമാട്ടോ നമ്മുടെ തൊടുപുഴയിലുള്ള ഒളമറ്റം. ഇത് ഒളമറ്റം, ഈ ഒരു പ്രോപ്പർ സ്ഥലത്തിന് പറയുന്നത് ഒളമറ്റമാണ്. ഈ പാറയ്ക്ക് പറയുന്നത് ഒറോപ്പാറ എന്നാണ്. ഒറോപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഞാൻ മുന്നേ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഡീറ്റെയിൽ വീഡിയോ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ രാവിലെ സമയം ഒന്ന് എൻജോയ് ചെയ്യാനും വേണ്ടിയിട്ട് വന്നതാണ്. സ്ഥലം ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള, ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും നമ്മൾ നല്ല സ്ഥലങ്ങൾ കണ്ടുപിടിച്ചാൽ വരാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് വരാൻ തോന്നുന്നൊരു സ്ഥലമാണ്. നിങ്ങൾ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കും ഇഷ്ടപ്പെടും. അത്ര ഞാൻ ഗ്യാരണ്ടി പറയുന്നു. അടിപൊളി സ്ഥലമാണ് കേട്ടോ. തൊടുപുഴക്കാർക്കൊക്കെ എപ്പോൾ വേണേലും വരാം. അധികം ആൾക്കാർക്ക്, തൊടുപുഴക്കാർക്കാണെങ്കിലും ഒത്തിരി പേർക്കൊന്നും അറിയാൻ പാടില്ലാത്ത സ്ഥലമാണ്. കാരണം ഞാൻ ഉറപ്പാറാന്ന് എൻ്റെ ഫ്രണ്ട്സ് ഫാമിലിയിൽ ആരോടെങ്ങാണ്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്ക് ഇവിടെ അടുത്ത് എവിടെ സ്ഥലങ്ങളൊക്കെ ഉള്ളതെന്ന് അവർ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഇങ്ങനൊരു സ്ഥലത്തെക്കുറിച്ച് അവർക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ സ്ഥലം കാണിച്ചു തരാം. രാവിലെ ആയതുകൊണ്ട് നല്ലൊരു തണുപ്പും മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് മഞ്ഞ് ഫീൽ ചെയ്യുന്നില്ല. നമ്മളിപ്പം ടൈം എത്രയായി? 8 നമ്മൾ ഈ ഒരു സമയത്താണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. രാവിലെ ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടി കയറിയ കാരണം ഈ ഒരു സമയത്ത് എത്തി. പക്ഷെ വെയിലൊന്നും ആയിട്ടില്ല. വെയിലാവാൻ ഇനിയൊരു 10 മണിയൊക്കെ ആവത്തില്ലേ? 9 മണി. 10 മണിയാവും. സമയമുണ്ട്. അങ്ങോട്ടേക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. റോഡിൽ കൂടെ നമ്മൾ വണ്ടി ഓടിച്ച് വരുമ്പോൾ തന്നെ ഈ ഒരു വലിയ പാറ ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണെങ്കിലും വലിയ മലയാണ്. നല്ല മഞ്ഞൊക്കെ ഉണ്ട്. ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. അങ്ങോട്ട് നോക്കുമ്പോൾ കാണാം. അല്ല, കാണിക്കണ്ട, ഞാൻ പറഞ്ഞതാ. അങ്ങോട്ടേക്കൊക്കെ നോക്കിക്കാൻ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ? മൊത്തം മഞ്ഞാണ്. ഈ ഒരു സ്ഥലം മൊത്തം ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും രാവിലെ എനിക്ക് പേഴ്സണലി ഇങ്ങനെ ഒരു സ്ഥലത്തൊക്കെ രാവിലെ വരികയാണെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ഒരു പോസിറ്റീവ് മൂഡായിരിക്കും. ആ ദിവസത്തേക്കുള്ളൊരു എനർജി ഇവിടുന്ന് കിട്ടും. ഈ ഒരു സമയമായ കാരണം ഇവിടുത്തെ പുല്ലെല്ലാം ഉണങ്ങി നിൽക്കും കേട്ടോ. പുല്ലിൻ്റെ കളർ കാണാൻ നല്ല ഭംഗി. ഇതുപോലെ തന്നെയുള്ളൊരു സ്ഥലമാണ് ആനപ്പാറയല്ലേ നമ്മളന്ന് പോയത്? ആനപ്പാറ. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങുന്ന സമയത്ത് പോയ സ്ഥലമാണ് ആനപ്പാറ. എൻ്റെ യൂട്യൂബ് വീഡിയോസിൽ കിടക്കുന്നുണ്ട് ആനപ്പാറ. അത് നമ്മൾ കുറച്ചധികം ട്രക്ക് ചെയ്ത് കയറി പോകണം. പിന്നെ അങ്ങനെ എത്തുന്നൊരു സ്ഥലമാണ് ഇത്. നമുക്ക് വണ്ടി ഓടിച്ചതേ, നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. ഈസി ആയിട്ട് എത്താൻ പറ്റുന്ന സ്ഥലമാണ്. ഒത്തിരി നടന്ന് കഷ്ടപ്പെട്ട് കയറുമൊന്നും വേണ്ട. അതിൻ്റെ ആവശ്യമില്ല. ആനപ്പാറ ഇതുപോലെ നല്ല സ്ഥലമാണ് കേട്ടോ. അത് വേറൊരു വൈബല്ലേ. അവിടെ കുറച്ചുകൂടെ മരങ്ങള് കാര്യങ്ങൾ അങ്ങനെയുണ്ട്. പിന്നെ നടക്കാനും ഉണ്ട്. പിന്നെ ഈ പാറയിൽ എത്തിക്കഴിഞ്ഞാലും അവിടെ കുറെ മരങ്ങളും കാര്യങ്ങളും അവിടെ നിൽക്കുന്നില്ലേ ആനപ്പാറയില്. ഇത് ഉറവപ്പാറ. ഇവിടെ വേറൊരു വൈബാണ്. മഞ്ഞ് കണ്ടോ? നല്ല ഭംഗിയില്ലേ?
രാവിലെ ഇവിടെ വരാൻ നല്ല പൊള്ളി മൂടാട്ടോ, അടിപൊളിയാണ്. ഇവിടെ ഇരിക്കാൻ വേണ്ടിട്ട് ഇത് കൊണ്ടയിട്ടേക്കുന്നതായിരിക്കോ അതോ ഇവിടെ ഉള്ളതായിരിക്കോ? ഇവിടെ ഉള്ളതല്ല, ഈ കലാരി ഒന്നുകൊണ്ട് വരാനാ. കൊണ്ടയിട്ടേക്കുന്ന പോലെ തോന്നി, ഇരിക്കാൻ ഒരു കല്ലൊക്കെ കിട്ടി. പിന്നെ ഒരേ ഒരു നെഗറ്റീവ് പറയാനുള്ളത്, കുറെ ആൾക്കാരൊക്കെ വന്ന് ഇവിടെ കുറെ കുപ്പിച്ചില്ലും കിടക്കുന്നുണ്ട്. നശിപ്പിക്കാൻ വേണ്ടി അത് എല്ലായിടത്തും ഉണ്ടാവില്ല. അങ്ങനെ ഒരു നെഗറ്റീവ് കാര്യം മാത്രമേ കേട്ടോ ഉള്ളൂ. ഇതിൻ്റെ അടുത്തൊരു റിസോർട്ടൊക്കെ ഉണ്ട്. മൊത്തം അവിടത്തേക്കാളും കൂടുതൽ ആ ഒരു ഭാഗത്ത് ഭയങ്കര മഞ്ഞ്. നല്ല രസമുണ്ടല്ലേ. രാവിലെ വരുവാണെങ്കിൽ ഇവിടെ നല്ല മഞ്ഞായിരിക്കും അല്ലേ? വെളുപ്പിന് വരാൻ ഞാൻ പറഞ്ഞല്ലേ, നീ എണീക്കാത്തോണ്ടല്ലേ. എണീറ്റില്ല, കാരണം എനിക്ക് യെസ്റ്റർഡേ ഞാനൊരു ഷൂട്ടൊക്കെ കഴിഞ്ഞ് കുറച്ച് ടയേർഡായിട്ട് ഇങ്ങോട്ടേക്ക് എത്തിയതുള്ളൂ. അതുകൊണ്ട് എനിക്ക് രാവിലെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങണമായിരുന്നു. ഇത് നമ്മൾ 1-2 പ്രാവശ്യം ഇതിന് മുന്നേ വരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എണീക്കാത്ത കാരണം ക്യാൻസലായി പോയ പ്ലാനായിരുന്നു. സോ ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പിന്നെ ഇനി മാറ്റി വെക്കണ്ട, ഇന്ന് തന്നെ വരാമെന്നിങ്ങ് വിചാരിച്ചു. അങ്ങനെ വന്നതാണ്. അല്ലെങ്കിൽ പിന്നെ ഇന്നലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കിടന്നത്, അതുകൊണ്ട് എനിക്ക് രാവിലെ എണീക്കാൻ പറ്റിയില്ല. അങ്ങോട്ടേക്ക് പോവാം. നമ്മൾ താഴേന്ന് തുടങ്ങി ഇവിടം വരെ ചുമ്മാ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. കംപ്ലീറ്റ് നടന്നു കയറുന്നത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ. ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് ഒരുപാട് പറയാനൊന്നും എൻ്റെ കയ്യിൽ ഡീറ്റെയിൽ ഇല്ല. നമ്മൾ ഒത്തിരി തവണ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇതേക്കുറിച്ച് പറയാനൊന്നുമില്ല. ഒരു വലിയ റോക്കാണ്. ഇവിടെ കയറി വരുമ്പോഴത്തേക്ക് ആകാശമൊക്കെ നല്ല ഭംഗിയിൽ കാണാം. പിന്നെ ഇങ്ങനെ തണുപ്പും മഞ്ഞൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോഴത്തേക്ക് ഓർത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞില്ലേ ഫുഡായിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട്, അത് ആനപ്പാറ പോയപ്പോഴത്തേക്ക് അന്ന് നമ്മൾ പറഞ്ഞായിരുന്നു എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വരുമായിരുന്നെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിക്കായിരുന്നു എന്നൊക്കെ. പക്ഷെ ഇരുന്ന് കഴിക്കുമ്പോൾ സൂക്ഷിക്കണം, മൂട്ടിൽ കുപ്പിച്ചില് കയറാൻ നോക്കണം കേട്ടോ. കുറെ പേര് നിറയെ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. എന്തിനാണ് പൊട്ടിച്ചിട്ടേക്കണേന്ന് മനസ്സിലായില്ല. പൊട്ടിച്ചിട്ടങ്ങ് വെതറിയിട്ടേക്കോ കുറച്ച് സ്ഥലത്തൊക്കെ കേട്ടോ. പേടിക്കണ്ട, കാലിലൊന്നും കൊണ്ടുകയറൊന്നുമില്ല. ഇത് നമുക്ക് നടന്ന് അങ്ങ് ആ പുല്ല് കണ്ടില്ലേ, ആ പുല്ലിന്റെ അപ്പുറത്തേക്ക് കുറച്ച് സ്ഥലവും കൂടി ഉണ്ട്. അവിടം വരെ പോകാൻ പറ്റും. കുറെ ആൾക്കാർ ഇവിടെ റീൽസ് എടുക്കാനും ഫോട്ടോഷൂട്ട് ചെയ്യാനും ഒക്കെ വരുന്ന സ്ഥലം കേട്ടോ. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇവിടെ കുറച്ച് പിള്ളേർ സെറ്റ് ഫോട്ടോ എടുക്കാനും റീൽസൊക്കെ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവരോട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ വന്നപ്പോൾ ആരുമില്ല, രാവിലെ ആയതുകൊണ്ടായിരിക്കും. മേ ബി ഈവനിങ് ടൈമിലായിരിക്കും ഇവിടെ കൂടുതൽ ആൾക്കാർ വരിക. രാവിലെയാണ് ബെറ്റർ ടൈം. നിങ്ങൾ രാവിലെ വന്നാൽ മതി കേട്ടോ. ഈ ഒളമറ്റെന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, തൊടുപുഴ മലയാള സിനിമയുടെ ഒരു ഭാഗ്യ ലൊക്കേഷൻ എന്നാണല്ലോ പറയുന്നത്. അതിൽ പെട്ട ഒരു മെയിൻ സ്ഥലം തന്നെയാണ് ഒളമറ്റം എന്ന് പറയുന്നത്. ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങൾ ഇവിടെ ഒത്തിരി ഉണ്ട്. ഒളമറ്റത്ത് ഏതൊക്കെയാ കറക്റ്റ് സ്പോട്ടെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഒളമറ്റം മലയാള സിനിമയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഒരുപാട് സിനിമകൾ ഷൂട്ടിനൊക്കെ വരാറുള്ളതാണ്. ഇപ്പോഴും ഇവിടെ തൊടുപുഴയിൽ ഏതൊക്കെയോ സിനിമകൾ ഷൂട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്.
എൻ്റെ സ്ഥലമായതുകൊണ്ട് പറയുന്നില്ല, ഭയങ്കര ഭംഗിയുള്ളൊരു നല്ല സ്ഥലം കേട്ടോ. അതുപോലെ ഇവിടുത്തെ ആൾക്കാരും. കുറച്ച് ഭാഗം പുല്ല് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ വന്ന് നോക്കുവാണെങ്കിൽ താഴെയുള്ള പ്രദേശം മൊത്തം കാണാം. അങ്ങോട്ടേക്കും ഉണ്ടോ, ഇങ്ങനെ അങ്ങ് നീണ്ടു കിടക്കുകയാണ്. നമ്മൾ താഴെ കൂടി ആ റോഡിൽ കൂടി അല്ലേ നമ്മൾ വന്നത്? ഈ റോഡിൽ കൂടെ വന്നത്. ഈ ആ താഴെ കാണുന്ന റോഡിൽ കൂടിയാണ് നമ്മൾ വണ്ടി ഓടിച്ച് ഇന്ന് കയറി വരുന്നത്. അങ്ങോട്ടേക്കും കൂടെ പോവാം. ഇതിലേ പോയാലോ? ഇതിലേ പോകാൻ പറ്റില്ല, അതിലേ ഇറങ്ങി വേണം നമ്മൾ പോവാൻ. തിരിച്ചു ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെ വരുന്നവർ അധികം റിസ്ക് എടുത്തുള്ള പരിപാടിയൊന്നും ചെയ്യരുത് കേട്ടോ. ഇതിന്റെ വരമ്പത്തൂടെ ഒന്നും പോരുത്, നേരെ താഴോട്ടുള്ള പോയാലും കുഴപ്പമില്ല, അന്നേരം തട്ടിപ്പോക്കണം. അവിടെ ഇതുണ്ട്, നോക്കി നടക്കണേ. കുറെ ഉണക്കമരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പം മാർച്ച് ഏപ്രിലൊക്കെ നല്ല ഉണങ്ങിയ കാലാവസ്ഥയായിരിക്കില്ലേ? എല്ലാം ഉണങ്ങി വരുന്ന നിൽക്കുന്ന സമയമാണല്ലോ. ഇപ്പൊ തന്നെ എല്ലാം ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അന്ന് വന്നപ്പോൾ കുറേ നേരം അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വന്നിട്ട് ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന സ്ഥലം ഇതാട്ടോ. നല്ലൊരു തണുത്ത ചെറിയ കാറ്റ്, ഭയങ്കര കാറ്റൊന്നുമില്ല, നല്ലൊരു തണുത്ത ഒരു ചെറിയ കാറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു സമയമാകുമ്പോൾ പതുക്കെ ചൂട് തുടങ്ങുന്നതല്ലേ, ചൂടെടുക്കാൻ തുടങ്ങിയിട്ടില്ല. കിളികളുടെയൊക്കെ ശബ്ദമുണ്ട്. അവിടെയൊക്കെ കുറച്ച് മരങ്ങൾ കൂടി നിൽക്കുന്നുണ്ട്. ചെറിയ കുഞ്ഞു കിളികളൊക്കെ ചിലയ്ക്കുന്ന ശബ്ദം ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ. ഒരു ലോറിക്ക് കയറ്റി വിടാനുള്ള അത്രയും കുപ്പികളുണ്ട് ഇവിടെ. എല്ലായിടത്തും കുപ്പി. എനിക്ക് തോന്നുന്നത് കള്ളുകുടിയന്മാരുടെ സ്ഥിരം സ്പോട്ടാന്ന് തോന്നുന്നു. വൈകുന്നേരങ്ങളിൽ ചിലപ്പോ രാത്രിയിലൊക്കെ വന്നിരുന്നായിരിക്കുമല്ലോ അടിക്കുന്നേ. വന്നിരുന്ന് അടിക്കുന്നതിനൊന്നും പ്രശ്നമില്ല, അല്ല എനിക്ക് തോന്നിയ കാര്യമായിട്ടോ പറഞ്ഞത്. പക്ഷെ ഇത് ഇങ്ങനെ വൃത്തികേടാക്കി ഇങ്ങനെ സ്ഥലം മറ്റുള്ളവർക്ക് ഉപദ്രവമാക്കിയിട്ട് പോകേണ്ട ആവശ്യം എന്താണെന്നാണ് ഞാൻ ആലോചിച്ചത്. അവർക്ക് കള്ളുകൂടിയും കഴിച്ചിട്ടങ്ങ് പോയാൽ മതി. പിന്നീട് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നതല്ലേ, അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് മുഴുവൻ പൊട്ടിച്ചിട്ടിരിക്കുകയാണ്. സൈഡിൽ മാറ്റി വെക്കുകയാണെങ്കിൽ പിന്നെ ആരെങ്കിലും ഒക്കെ വരുമ്പോൾ ക്ലീൻ ആക്കും, എടുത്തോണ്ട് പോവെങ്കിലും ചെയ്യാന്ന് വെക്കുക. ഇത് മുഴുവൻ എങ്ങനെ പിറക്കി എടുക്കാനാണ്? കഷ്ടം തന്നെ. ജെറ്റ് പോയതിന്റെ പാട് പറ്റുവാടാ.
അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഞാൻ ഇന്നിവിടെ നിന്ന് ഇറങ്ങിയാണ്. വെയിലായി തുടങ്ങി. ഇനിയിപ്പോൾ നിന്നിട്ടുണ്ടെങ്കിൽ ചൂടെടുക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചുകൊണ്ട് ഞാൻ വരാം. വീണ്ടും കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. ഞാൻ ഇതുവരെ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം എന്നൊക്കെ. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ. ആക്രാന്തം പാടില്ല. ഉം